ഗബ്രിക്കാണെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് ചൊറിയണം. മറ്റുള്ളവരെ ചൊറിയുന്നത് ഒരു ഹരമാണ്, ഒരു രസമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ബിഗ് ബോസ് സീറ്റിൽ നടക്കുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് ഒരാൾ കിട്ടുന്നത് കൊണ്ട്, ജിൻഡോ ഇരയാകുന്നത് കൊണ്ട് മറ്റുള്ളവരിലേക്കൊന്നും വലിയ ശ്രദ്ധയില്ല. അപ്പൊ ഇപ്പൊ ഊണ് മേശയിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനിന്റെ കൂടെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് അപ്സര ഫുഡുമായിട്ട് വന്നു. ചോറെടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പൊ അയ്യോ എനിക്ക് ഇത്ര വേണ്ടായിരുന്നു, വിശപ്പ് കണ്ടപ്പോൾ എടുത്തിട്ട് വന്നതാണ്, ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് എടുക്കോ എന്നൊക്കെ നോക്കി കിച്ചൺ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രി അവിടെ ഒരു കൗണ്ടർ അടിച്ചു. ഇത് ഇത്ര കൂടുതലോ, അതെന്ത് പറ്റി? അല്ലെങ്കിൽ 2 കുക്കറിൽ വെക്കുന്ന ഭക്ഷണത്തിലെ ഒരു കുക്കർ മൊത്തം അപ്സരയാണല്ലോ കഴിക്കുന്നത്, അത് കഴിച്ചാലും മതിയാവില്ലല്ലോ, ഇപ്പൊ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഫണ്ണായിട്ട് പറയും, അത് അത്രയും ഫുഡ് കഴിക്കാനും ഒരു ക്രെഡിറ്റ് ഒക്കെ വേണം, എന്താണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുക എന്നുള്ളത്, അത് നല്ല കാര്യമല്ലേ, അപ്സരച്ച് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ശരണ്യ വരുന്നത്. അപ്സരയുടെ മുഖമൊക്കെ അങ്ങനെ മാറി, കാരണം ടെമ്പർ തെറ്റി നിൽക്കുന്ന സമയമാണ്. വീണ്ടും ഗബ്രി പറയും, എന്താണ് അപ്സരയുടെ മുഖത്ത് ഭാവങ്ങളൊക്കെ ഇങ്ങനെ മാറിയുന്നുണ്ടല്ലോ, എന്താണ് ഭാവത്തിനൊക്കെ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചൂടായിക്കൊണ്ട് അപ്സര പറയും, എടാ ഞാൻ നന്നായിട്ട് ഈ ഭാവങ്ങളൊക്കെ കാട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്, മനസ്സിലായിട്ടുണ്ടോ? എന്നെ പറ്റി, എന്റെ ഭാവത്തിനെ പറ്റി നീ പറയണ്ട, നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ ഏതൊക്കെ ഭാവങ്ങൾ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം.